ഹായ്, ഹലോ, ലിസ്ബി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്നും വളരെ എളുപ്പത്തിൽ പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്ന ഒരു സ്നാക്കാണ്. ഒരു 4 ബ്രെഡും 2 മുട്ടയൊക്കെ ഉണ്ടെങ്കിൽ തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു സ്നാക്കാണ് നമ്മളിന്ന് ഉണ്ടാക്കാൻ പോണത്. അടുപ്പ് കത്തിക്കണം. ഒരു ഫ്രൈ ആണ്, ശാലോ ഫ്രൈ ചെയ്തെടുക്കുന്ന ഒരു സ്നാക്കാണ്. അപ്പം നിങ്ങൾ ഇതുപോലെ ഉണ്ടാക്കിയിട്ടോന്ന് അറിയില്ല, പക്ഷെ അത് ഉണ്ടാക്കി കഴിഞ്ഞാലുണ്ടല്ലോ നമ്മൾ അതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഒന്നും പറയാണ്ട് ആർക്കെങ്കിലും ഉണ്ടാക്കി കൊടുത്താൽ അല്ലെങ്കിൽ വിരുന്നുകാർക്കൊക്കെ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ അവർ ചോദിക്കും ഇതിൻ്റെ റെസിപ്പി എന്താണെന്ന്. അപ്പൊ അത്രയും അവരിത് പുറത്തുനിന്ന് മേടിച്ചാന്ന് ചോദിക്കും, അത് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയതാണെന്ന്. പുറത്തുനിന്ന് ഇത് കിട്ടുമെന്ന് എനിക്ക് അറിയില്ല. നമ്മളുടെ ഒരു സിമ്പിളായിട്ട് നമ്മളുടെ ഒരു പ്രിപ്പറേഷൻ പറയേണ്ട കാര്യമില്ലല്ലോ. കമന്റ് ബോക്സ് വീഡിയോ അപ്പൊ വീഡിയോ ഫുള്ളായിട്ട് കാണാം. വീഡിയോ കണ്ട് ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ നമുക്ക് വീഡിയോ കാണാം. ലൈക്കുകൾ ഇങ്ങനെ പോന്നോട്ടോ. നമ്മള് ഒരു 4 പീസ് ബ്രെഡ് ഇതിനെടുത്തിട്ടുണ്ട്. വലിയ പീസ് ബ്രെഡ് ആണെങ്കിൽ 2 എടുത്താൽ മതി. സാൻഡ്വിച്ച് ബ്രെഡൊക്കെയാണ് ഉപയോഗിക്കണമെന്ന് വെച്ചാൽ ഇതൊന്ന് കുറച്ച് വെള്ളത്തിൽ ജസ്റ്റ് ഒന്ന് നമ്മളൊന്ന് നനച്ചെടുക്കണം. ഇത് വെള്ളം അധികമൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് നമുക്ക് ചെറുതായിട്ട് സോക്കായാൽ മതി. അത്രേ ഉള്ളൂ. അത്ര മതി. നമ്മളിതൊരു ബൗളിലേക്ക് മാറ്റാട്ടാ. ഇനി ഇതിലേക്ക് നമ്മൾ സവാള ഒരു ചെറിയ സവാളയാണ് നമ്മൾ ചെറുതായിട്ട് കൊത്തി നുറുക്കിയിട്ടുണ്ട്, അതിടണം. പിന്നെ ഒരു 4 വെളുത്തുള്ളിയാണ് നുറുക്കിയിട്ടുണ്ട്. ഇത് ഇഞ്ചി ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, അതും അതെ. മുളക് വട്ടത്തിൽ ഇങ്ങനെ ചെറുതായി കട്ട് ചെയ്ത് അത് 2 എടുത്തേക്കണം. ഇത് മല്ലിയില കുറച്ച് കൂടുതലായാലും കുഴപ്പമില്ല. ഞാൻ കുറച്ചൊരു ചെറിയൊരു പിടി. മഞ്ഞളല്ല, അത് മല്ലിപ്പൊടി ഒരു 1/4 ടീസ്പൂണും മുളക് പൊടി ഒരു 1/2 ടീസ്പൂൺ. ഇത് സാധാരണ ജീരകം ഒരു നുള്ള, ഒരു 1/4 ടീസ്പൂൺ എന്ന് പറയാൻ വേണമെങ്കിൽ അത്രേ ഉള്ളൂ. ഇത് അരിപ്പൊടിയല്ല, ഇത് കോൺഫ്ലവർ ആണ്. 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ. ഇച്ചിരി വെള്ളം ഒഴിക്കണം. അത് നമുക്ക് ഇതിലെന്തറിയോ, ഇത് മിക്സ് ചെയ്യണത് പ്രിൻസേട്ടൻ മിക്സ് ചെയ്യണ എന്റെ കൈ ഇവിടെ ചെറിയ പ്രശ്നമുള്ള കാരണം. അത് മാത്രല്ല നമ്മുടെ അത് നമുക്ക് കൈ കൊണ്ട് കുഴക്കണം. കുറച്ച് ഉപ്പിടണം ഇതിലേക്ക്. ബ്രെഡില് ഉപ്പുണ്ടാവും, നമുക്ക് ഇത്രയൊക്കെ മതിയായിരിക്കും. അത്ര വേണം. കോൺഫ്ലവറും അതൊക്കെ ഉള്ളതാണ്, മുട്ട അതൊക്കെ ഉള്ളതാണ്. പിന്നെ ഒരു സംഭവം ചെയ്യാനുള്ളത് കണ്ട, എഗ്ഗ് നമുക്ക് ഇതിൽ ഗ്രേറ്റ് ചെയ്തിടണം. അത് ഞാൻ വേണമെങ്കിൽ ചെയ്യാം. അപ്പൊ അതൊക്കെ ഇങ്ങനെ പിടിക്കണേ എന്ന് വെച്ചാൽ നമ്മുടെ ഗ്രേറ്റർ ഇത്തിരി പ്രശ്നമുണ്ട്, ഇങ്ങനെ പിടിക്കണം. വലിയ പീസുകൾ വീണ് കഴിഞ്ഞാൽ നമുക്ക് ചെറുതാക്കി ഒന്ന് കട്ട് ചെയ്തിടാം. കട്ട് ചെയ്ത് ഇത് കത്തി കൊണ്ട് കട്ട് ചെയ്യണമെന്നൊന്നും ഇല്ല. ഇങ്ങനത്തെ പീസ് വന്നാലും ഇത് നമുക്ക് ഇങ്ങനെ ഉടച്ചെടുക്കുക എന്നുള്ളതാണ്. എന്തായാലും വലിയ പ്രശ്നമൊന്നുമില്ല. കത്തി എടുക്കേണ്ട ആവശ്യമില്ല. ഒരുവിധം നന്നായി ഗ്രേറ്റ് ആയിട്ടുണ്ട്. ഞാൻ ഈ പാത്രങ്ങളൊക്കെ മാറ്റുന്നുണ്ട് കേട്ടോ. ഉടച്ചെടുക്കണം. ഇതൊരു അടിപൊളി സ്നാക്കാണ്. എന്താ വെച്ചാൽ നമ്മൾ അറിയില്ല ഇത് അതിൻ്റെ ടേസ്റ്റ്. ഉണ്ടാക്കി കൊടുക്കുമ്പോൾ നേരത്തെ പറഞ്ഞില്ല, ഉണ്ടാക്കി കൊടുക്കുമ്പോൾ അറിയില്ല ഇതിലെന്താണ് ഇൻഗ്രീഡിയൻ്റ് എന്ന്. എന്താ വെച്ചാൽ നമ്മൾ ഈ മുട്ടയൊക്കെ ഗ്രേറ്റ് ചെയ്തിട്ടില്ല ഇട്ടേക്കണം. ഇതിൽ വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ ചിക്കൻ്റെ
പീസുകളൊക്കെ ഉണ്ടല്ലോ, ഒരു വേവിച്ച പീസ് എടുത്തിട്ട് ചിക്കൻ്റെ ഒരു പീസ് എടുത്തിട്ട് അതിന്റെ അതൊക്കെ ഇട്ടാലും നല്ല ടേസ്റ്റാണ്. അതൊക്കെ ഒരു പ്രത്യേക ടേസ്റ്റാണ് ഇതിൽ. അത്രയും എളുപ്പമാണ്. വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്ക്. അതായത് പിള്ളേർ വരുമ്പോഴത്തേക്ക് അങ്ങോട്ട് ആ ഒരു അരമണിക്കൂർ മുമ്പ് നമുക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന സ്നാക്ക് എന്നാണ് നമ്മൾ ചിന്തിക്കുന്നത്. പൊതുവെ എല്ലാ കുട്ടികൾക്കും ഇത് ഇഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. എല്ലാ മുട്ടയും അതെ, അതെല്ലാം എല്ലാ കുട്ടികൾക്കും ഇഷ്ടമാണ്. ഇനിയിപ്പോൾ വേണമെങ്കിൽ ഒന്ന് കളർഫുൾ ആക്കണമെങ്കിൽ ക്യാരറ്റ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഗ്രേറ്റ് ചെയ്തിടാം. ഇതൊരു ആ ഒരു ടൈപ്പ്, അതായത് ഞാൻ എൻ്റെ ഒരു സിമ്പിളായിട്ടുള്ളൊരു ഇത് പറഞ്ഞു എന്ന് മാത്രം. ഇപ്പോൾ ഇത് നമുക്ക് ഇത് ചെയ്യാൻ പറ്റുന്നത് തോന്നുന്നു അല്ലേ, അതായത് പിടിക്കാൻ പറ്റണില്ലേ അത്യാവശ്യം, അത്രേ ഉള്ളൂ. അതായത് പിന്നെ വെള്ളം ഒന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല. ആ ബ്രെഡിന്റെ നനവുണ്ടല്ലോ, ബ്രെഡിന്റെ നനവ് ജസ്റ്റ് ഒന്ന് നനച്ചു വന്നാൽ പിന്നെ നമ്മൾ കോൺഫ്ലോർ ഇതെല്ലാം കൂടി ഇടുമ്പോൾ സബോളയുടെ ഒരു ചെറിയ നനവ് ഇതൊക്കെ ഇത് നമുക്ക്, ഞാൻ വിചാരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ സിലിണ്ടറിക്കൽ ഷേപ്പിൽ ആക്കിയാൽ ഒന്ന് ആഗ്രഹം. നമ്മൾ സാധാരണ എപ്പോഴും വട്ടത്തിലോ അല്ലെങ്കിൽ വടര ഷേപ്പിലൊക്കെ. നമ്മുടെ കയ്യിൽ കുറച്ച് ഓയിൽ തടവിയിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഇത് നമുക്ക് ആക്കിയെടുക്കാം, നമ്മുടെ ഇഷ്ടത്തിന്. അപ്പം ഞാൻ വിചാരിക്കുന്നത് ഇങ്ങനെ ഒരു നമ്മളെപ്പോഴും ഇങ്ങനെ എന്താ പറയുക കയ്യിൽ പറ്റിക്കോ, എന്ത് ഷേപ്പാക്കണ്ടേ, ഇങ്ങനെ ഒരു ഷേപ്പാക്കാന്ന് ഞാൻ വിചാരിക്കുന്നത് കേട്ടാ. ഓൾറെഡി ഈ കോൺഫ്ലവറിൻ്റെ ആ ഒരു മൊരിവ് അത് മാത്രമേ വേവാത്തുള്ളൂ, ബാക്കി എല്ലാം വെന്തിട്ടുള്ള സംഭവങ്ങളാണ്. അതല്ല എളുപ്പം സിലിണ്ടറിക്കൽ ഷേപ്പാക്കി കൊടുക്കാം. നമുക്ക് ഷാലോ ഫ്രൈ ചെയ്യാനുള്ള വിധത്തിലുള്ള എണ്ണ എടുക്കുക. സൺഫ്ലവർ ഓയിലാണ് ഞാൻ എടുക്കുന്നത് കേട്ടോ. നമ്മൾ കുറച്ച് ബ്രെഡ് ക്രംസ് ഇട്ടാ ഒരു റോൾ ചെയ്തിട്ട് ഇടാന്ന് വെച്ചാൽ നന്നായി ഒന്ന് ചൂടാവണം. നമ്മുടെ ഞാനിങ്ങനെ ബ്രെഡിന്റെ അരികൊക്കെ ഇങ്ങനെ കിട്ടുമ്പോഴേ നമ്മൾ ഓരോന്ന് ചെയ്യില്ലേ, അപ്പൊ അങ്ങനെ പൊടിച്ചു വെക്കണം തട്ടാ, നന്നായി ചൂടാക്കിയിട്ട്. നമ്മുടെ എണ്ണ അത്യാവശ്യം ചൂടായിട്ടുണ്ട് അല്ലേ? ചൂടായിട്ടുണ്ട്. അതിൽ റോൾ ചെയ്യുക. പതുക്കെ എന്നിട്ട് ഇടണം. ചൂട് ഫ്ലെയിം മീഡിയത്തിലേക്ക് ഇട്ടാൽ മതി. നമുക്ക് ആർക്ക് വേണമെങ്കിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഇതാണ്. അത്ര സിമ്പിളാണ്. ഒരു വശം ആവുമ്പോൾ മറ്റേ വശം ഒന്ന് പതുക്കെ ഒന്ന് തിരിച്ചു കൊടുക്കാം. പെട്ടെന്ന് പൊട്ടിയൊന്നും പോവില്ല കേട്ടോ, ഇങ്ങനെ ബ്രെഡ് ആയതുകൊണ്ടേ നല്ല മുറുക്കത്തിൽ തന്നെ ഇങ്ങനെ ഇരിക്കില്ല. അടിവാങ്ങി ആയി വരുന്നില്ല. ആയി എടുക്കാം, ഓണാക്കി. വളരെ പെട്ടെന്ന് തന്നെ റെഡി ആയില്ലേ? വളരെ പെട്ടെന്ന് റെഡി ആവും. വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന സ്നാക്ക്.
അതേ എണ്ണയും കുടിക്കണമെന്നില്ല അല്ലേ? അത് ഞാൻ എണ്ണ കുടിക്കില്ലേ അത്. ഫ്ലെയിം ഓഫ് ചെയ്യും. അപ്പം ഉണ്ടാക്കുന്ന പോലെ തന്നെ വളരെ എളുപ്പത്തിൽ കഴിച്ച് തീരുന്ന ഒരു സ്നാക്കും കൂടിയാണ്. അപ്പോൾ നമുക്ക് കഴിക്കാം. എടുത്ത് സോസൊക്കെ സാധ്യത കുറവാ. അല്ല, സോസൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ പറഞ്ഞ പോലെ ഇതിലേക്ക് ഏത് ഇൻഗ്രീഡിയൻസ് നമുക്ക് പറയാൻ പറ്റില്ല. ബ്രെഡ് ഉണ്ടെന്ന് പറയാം നമ്മള്. ബ്രെഡിന് പല എന്തൊക്കെയോ ഉണ്ട്. ഈ കാണുന്ന ഇതല്ല, ഒരു ഹൈഫൈ ഒരു സ്നാക്ക് പോലെ നമുക്ക് ഫീൽ ചെയ്യും. നല്ല ടേസ്റ്റാവും. ഏറ്റവും അതിൽ ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാം. ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് ചിക്കനോ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ആഡ് ചെയ്യാം. ഇപ്പം ഞാനിത് എഗ്ഗ് മാത്രം വെച്ചിട്ട് അങ്ങനെ ചെയ്ത് കാണിച്ചത് മാത്രം. ചിക്കനോ മീനോ അല്ലെങ്കിൽ ബീഫോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നോൺ വെജ് താല്പര്യം ഉണ്ടെങ്കിൽ അത് നന്നായി ആഡ് ചെയ്യാം. വെജിറ്റബിൾസ് ആഡ് ചെയ്യാം. ഇതൊക്കെയാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ കൂടുതൽ കൂടുതൽ ടേസ്റ്റ് ആയിക്കൊണ്ടിരിക്കും. ഓക്കെ, അപ്പം നിങ്ങൾ എന്തായാലും തീർച്ചയായിട്ടും ട്രൈ ചെയ്യുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. കൂടുതൽ വീഡിയോകളായിട്ട് നമ്മൾ വീണ്ടും വരുന്നതാണ്. അതുവരേക്ക് ബൈ. ബൈ. See you.